ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് നീറ്റ് എക്സാം, എന്താണ് നീറ്റ് എക്സാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നീറ്റ് എക്സാമിനേഷൻ, നീറ്റ് എക്സാം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിനെയാണ് നീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് നീറ്റ് അതിൻ്റെ ഫുൾ ഫോം. നീറ്റ് എക്സാം നടത്തുന്നതിന് മുമ്പ് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് ആയിരുന്നു നടത്തിയിരുന്നത്. നീറ്റ് എക്സാം നടത്തുന്നതിന് മുമ്പ്, അതായത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അഖിലേന്ത്യാ പ്രവേശന പരീക്ഷയാണ് നീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ നീറ്റ്. ഇത് NDA ആണ് നടത്തുന്നത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NDA ആണ് ഈ പരീക്ഷ നടത്തുന്നത്. ഇതിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 720 720 മിനിമം മാർക്ക് 180 ആകെ 180 ചോദ്യങ്ങളായിരിക്കും ഇതിലുണ്ടായിരിക്കുക. 3 മണിക്കൂർ 20 മിനിറ്റാണ് ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ പരീക്ഷാ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് വെച്ചും ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് വെച്ച് നെഗറ്റീവ് 1 മാർക്ക് ലഭിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത്. അതായത് ഓരോ തെറ്റ് ഉത്തരത്തിനും 1 മാർക്ക് വെച്ച് കുറയുകയും ചെയ്യും. ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് 12 പ്രാദേശിക ഭാഷകളിലും ഈ എക്സാം എഴുതാമെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മലയാളം, തമിഴ് ഉൾപ്പെടെ 12 പ്രാദേശിക ഭാഷകളിലും ഈ എക്സാം എഴുതുവാനായിട്ട് സാധിക്കും. 2024 ഈ വർഷം 23,33,729 വിദ്യാർത്ഥികളാണ് ഈ വർഷം നീറ്റ് എക്സാം. അങ്ങനെ വർഷാവർഷവും ഇത് കൂടിക്കൂടി വരികയാണ് വിദ്യാർത്ഥികളുടെ എണ്ണം എന്നത്. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിന് 1,700 SC ST അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് 1000 ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 2012 ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിലും പിന്നീട് 2013 ആദ്യത്തെ നീറ്റ് എക്സാം നടത്തിയത്. 2013 പിന്നീട് 2014 2015 കേസും അതിനെ തുടർന്ന ഇഷ്യൂകളൊക്കെ കാരണം 2014 2015 പരീക്ഷ നടത്തിയില്ല. പിന്നീട് 2016 പരീക്ഷ നടത്തി. പിന്നീട് 2017 പ്രാദേശിക ഭാഷകളിൽ പരീക്ഷ എഴുതുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയതും. അങ്ങനെ ആ പ്രാദേശിക ഭാഷകളിലുള്ള പരീക്ഷ നടന്നത് 2017 മുതലാണ്. പിന്നീട് എല്ലാ വർഷവും വർഷാവർഷം ഈ പരീക്ഷ ഇങ്ങനെ നടത്തുന്നു. വർഷത്തിലൊരിക്കൽ ഈ പരീക്ഷ ഇങ്ങനെ നടത്തുന്നു. നീറ്റ് എക്സാം എന്നത് ഇന്ത്യ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എക്സാമാണ് നീറ്റ് എന്നത്. MBBS വിദ്യാർത്ഥികൾക്കുള്ള അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ നീറ്റ്. അപ്പോൾ ഇത് ഇന്ത്യയിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും അതോടൊപ്പം വിദേശത്ത് മെഡിക്കൽ യോഗ്യത നേടുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് നീറ്റിൻ്റെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.